ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ മാറ്റിയത്. കാരണം ആലോകിനെ വെറുതെ വിടാണോ എന്ന് കോടതിയിൽ പറയുകയാണ് അവനിപ്പോൾ ഒരാളെ കോടതിയിൽ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അയാൾ ആ തെറ്റ് മനസ്സിലാക്കാനും ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനല്ലേ. അവൻ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഇനി ആ തെറ്റ് ശിക്ഷ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവൻ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന്, ഇനി ഇതുപോലെ ഉണ്ടാവില്ലെന്നും പറഞ്ഞ സ്ഥിതിക്ക് ഈ കേസ് പിൻവലിക്കാമെന്ന് തന്നെയായിട്ട് കോടതിയിൽ പറയണം. അതുകൊണ്ട് തന്നെ ജഡ്ജി ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ശരി, ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ആ കേസ് ആർക്കും വേണ്ടിയിട്ടാണ് വാദിക്കുന്നത്? അപ്പോൾ ഈ കേസ് ഈ കേസ് നിർത്തി വച്ചിരിക്കുന്നു, അലോകിനെ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ കോടതി വിധി പറയാട്ടോ. അപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആര്യനും വക്കീലൊക്കെ നല്ലതായിട്ട് വഴക്ക് പറയുന്നുണ്ട്. വക്കീൽ ചോദിക്കുന്നത്, എന്തിനാ മോളെ നീ എന്നെ ഇങ്ങനെ നാണം കെടുത്തിയത്? ഈ കേസ് നിങ്ങൾ പിൻവലിക്കുകയെന്ന് പറഞ്ഞാൽ അതവിടെ തീരാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ പിൻവലിക്കുമെന്നുള്ള കാര്യം ഈ വക്കീലോ ആര്യനോ ബാലനോ ആർക്കും അറിയില്ല കേട്ടോ. ഗോമതി പറയണതെല്ലാം ഒളിഞ്ഞിരുന്ന് കേട്ട് ആ സ്ഥിതി ആ കാരണമാണ് നമ്മുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് കേട്ടോ. ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇത് ഒരുമാതിരി ആളെ വടിയാക്കുന്ന പോലെ ആയി മോളെ, ഇത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ എല്ലാവരും കൂടെ ബാലനും എല്ലാവരും അനുവിനെ കുറ്റപ്പെടുത്തും. നീ ഇങ്ങനെ ചെയ്തിരുന്നു, എത്ര കഷ്ടപ്പെട്ട് ഈ കേസ് ഇവിടെ വരെ എത്തിച്ചത്. നമ്മൾ ജയിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് നീ പെട്ടെന്ന് തട്ടുമാറ്റിയത്. നിന്നോട് ആര് പറഞ്ഞിട്ടാണ്? ആ ആലോകിനെ പേടിച്ചിട്ടാണോ നീ പെട്ടെന്ന് വാക്ക് മാറ്റിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയണ്ടേ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും ചോദിക്കില്ലേ അച്ഛ? ഞാൻ ചെയ്ത തെറ്റാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ എന്നോട് പറഞ്ഞില്ലേ ഞാൻ ചെയ്ത എന്ത് കാര്യത്തിലും അച്ഛൻ എൻ്റെ കൂടെ നിൽക്കാമെന്ന്? അച്ഛൻ എനിക്കിപ്പോൾ തോന്നുന്നു ഇതാണ് ശരിയെന്ന്. അതുകൊണ്ട് അച്ഛൻ ഞാൻ അത് ചെയ്തത് സാരമില്ല. മോളുടെ തീരുമാനം മറ്റുള്ളവർ പ്രഷർ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അവൾ അങ്ങനെ ചെയ്യട്ടെ, കുഴപ്പമില്ല. ഇനി ഇതിൽ പേരിൽ ആരും വഴക്ക് പറയണ്ട എന്ന് ബാലനും പറയുന്നുണ്ട്. ശേഷം അവർ നേരെ പോകുന്നത് ദേവമംഗലത്തേക്കാണ് പോവാണ്. അവിടെ പോകുമ്പോൾ മിത്രയും മീനാക്ഷിയും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ഈ കോടതി എന്തൊക്കെ ചോദിക്കും? ആര്യനും പറയേണ്ട എന്താവാനാണ്? വാക്ക് മാറ്റി പറഞ്ഞു ആലോകിനെ ശിക്ഷിക്കേണ്ട, വെറുതെ വിടാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അവനെ വെറുതെ വിട്ടു കോടതി എന്ന് പറയാണ്. ഇപ്പോൾ തന്നെ അവൻ അവിടേക്ക് വരും, കൃഷ്ണമംഗലത്തേക്ക്. മോളെ നീ നോക്കിക്കോ, അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ വേണ്ടി പോകില്ല. അവൻ പാതിൽ മടങ്ങി ശക്തിയോടെ വരും. അവനെ കോടതി കാണിച്ചതൊക്കെ വെറും അഭിനയമാണ്. എന്തെങ്കിലും ആവട്ടെ ആര്യേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി കേസും പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ആ ബാലൻ ഗോമതിയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഗോമതി അടുത്ത് പറയുന്നുണ്ട്, തനിക്ക് തൃപ്തിയായില്ലേ, സമാധാനമായില്ലേ? അതിന് ഞാൻ എന്ത് ചെയ്ത് ബാലേട്ടാ? താനൊന്നും ചെയ്യണ്ട, താൻ പറഞ്ഞതൊക്കെ നമ്മുടെ മോള് കേട്ട് കാണും. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് വാക്ക് മാറ്റിയത്. തന്നെ കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. ഞാൻ പറഞ്ഞതാണ് താൻ വരണ്ട, എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ സംഭവിക്കുമെന്ന്. ബാലട്ടൻ, ഞാൻ അവളൊന്നും അടുത്തൊന്നും പറഞ്ഞില്ല. താൻ പറയേണ്ട, തൻ്റെ മുഖവ്യത്യാസം തന്നെ സംസാര രീതി കണ്ടാൽ മനസ്സിലാകാനുള്ള പ്രായമേ നമ്മുടെ മോൾക്ക്. മിക്കവാറും കേട്ട് കാണുമായിരിക്കും താൻ തൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നതും താൻ ഇന്ന് കോടതിയിൽ വെച്ച് എന്നോട് സംസാരിച്ചതൊക്കെ അവൾ കേട്ട് കാണും. അത് തന്നെയാണ് അവൾക്ക് പെട്ടെന്ന് വാക്ക് മാറ്റിയത്. എന്തായാലും തൻ്റെ ആഗ്രഹം നടന്നല്ലോ. തൻ്റെ ചേട്ടൻ്റെ മകനെ വെറുതെ വിട്ടല്ലോ, സമാധാനമായില്ലേ? ഇതുപോലെ എല്ലാ കുടുംബക്കാരും ആലോചിച്ച് നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ കൂടി വരികയേ ഉള്ളൂ. അത് താൻ ആലോചിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാലൻ അവിടെ പോവാട്ടോ. ഗോമതി എന്തൊരവസ്ഥയായിരുന്നു പറഞ്ഞിട്ട് പുറത്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആലോക തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് വരുന്നുണ്ട്. കൃഷ്ണമംഗലത്തെത്തിയ ആലോകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, മോനെ നീ കോടതി അഭിനയിച്ചത് സൂപ്പറായിടാ, എന്തൊക്കെ പറഞ്ഞ അടിപൊളി. നിൻ്റെ അഭിനയം കണ്ട പെട്ടെന്ന് വാക്ക് മാറ്റിയത്. രാജശ്രീ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ അനുശ്രീക്ക് വാക്ക് മാറ്റിയതെന്നോ, അതോ അവൾക്ക് കേസ് വാക്കാണെന്ന് വേണ്ടെന്ന് പറഞ്ഞ് അവൾ കേസ് ഒഴിഞ്ഞു എന്ന് പറയണം. കേസും വാക്കും ഒന്നും വേണ്ടെന്നും പറഞ്ഞ്
അതിന് കാരണക്കാരൻ നമ്മുടെ മോന കോടതി പ്രതി കൂട്ടി നിന്നപ്പോൾ ഇവൻ്റെ ഒരു വർത്താനം അനു പറഞ്ഞതൊക്കെ സത്യമാണ്. അനു നീ എന്നോട് ക്ഷമിക്കണമെന്ന് അതിൽ അവൾ ഫ്ലാറ്റ് എന്ന് പറയുകയാണ്. എന്നാലും അനുവിനെ ഏത് വക്കീലിൽ പോയിട്ട് പിടിക്കണമെന്ന് നിന്നിൽ അറിയാലോ മോനെ എന്നൊക്കെ പറയുമ്പോൾ അലോക അതൊന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി ഇവൻ നന്നായോ? ഇനി അവൻ്റെ അഭിനയം അല്ല, അത് അവൻ കാര്യത്തിൽ തന്നെ പറഞ്ഞതാണോ? ആർക്കറിയാം എന്ന് അച്യുതൻ പറയുന്നുണ്ട്. നമ്മുടെ മോനെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ, അതുപോലെ നിനക്ക് അത് മതി. എന്തായാലും എൻ്റെ മോനിന് തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ വലിയ ഒരു കാര്യം രാജശ്രീ പറയാണ്. അപ്പോൾ അലോക ആണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ഭയങ്കര പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. മുത്തശ്ശി വരുന്ന അലോക അടുത്തേക്ക്, എന്താടാ മോനെ നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറ്റിയിടാ മോനെ? എന്തൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, എല്ലാവരോടും ഞാൻ തെറ്റ് ചെയ്തു, എനിക്ക് എല്ലായിടത്തും മാപ്പ് പറയണം. ആദ്യം ദേവമംഗലത്തുള്ള ബാലനോടും ഗോമതിയോടും അപ്പച്ചിയുടെ അനുവിനോടും കാലിൽ പിടിച്ച് എനിക്ക് മാപ്പ് പറയണമെന്ന്. പിന്നെ ആര്യനെ മുത്തശ്ശി വിചാരിക്കട്ടോ അലോക സ്വഭാവം ആകെ മാറിയിട്ടോ. നീ ആകെ മാറിയല്ലോടാ മോനെ. 2 ആഴ്ച മുത്തശ്ശി വിചാരിക്കട്ടെ അപ്പം നല്ല കുട്ടിയായിട്ടാണ് ജയിലിൽ നിന്ന് വന്ന് 2 ആഴ്ച ജയിലിൽ കിടന്നപ്പോൾ നീ നല്ലവനായല്ലോ മോനെ, എന്തായാലും നല്ല കാര്യം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. പക്ഷേ ഇതൊക്കെ അലോകിൻ്റെ അഭിനയം മാത്രമാണ് കേട്ടോ. തമിഴിൽ ഇങ്ങനെയാണ് സീനുണ്ട്, നല്ലവനായിട്ട് അഭിനയിക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. അങ്ങനെ അലോക അവസാനം ദേവമംഗലത്തേക്ക് പോകാൻ എല്ലായിടത്തും മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബാലനുണ്ട്, ഗോമതിക്കും എല്ലാവരും ഉണ്ട്. അലോകിനെ കാണുമ്പോൾ തന്നെ അവർ ആട്ടിപ്പായിക്കാട്ടോ. നീ ഇപ്പോൾ കേസും കാര്യങ്ങളും കഴിഞ്ഞില്ല, പിന്നെ നീ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? എന്ന് പറയുമ്പോൾ അലോക് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ അടുത്ത് വഴക്കുണ്ടാക്കാനോ പ്രശ്നത്തിനോ ഒന്നും വേണ്ടി വന്നതല്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും മാപ്പ് ചോദിക്കണം, പ്രത്യേകിച്ച് അനുവിനോട് ആര്യനോടും എന്ന് പറയുമ്പോൾ ആര്യൻ പറയാം, നീ എന്താ അഭിനയിച്ചിട്ടാ പിന്നെ പുതിയതായിട്ട് അഭിനയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? നിൻ്റെ അഭിനയം കൊള്ളാൻ. നീ കോടതിയിൽ അഭിനയിച്ചുകൊണ്ട് എൻ്റെ അനിയത്തി അതിൽ വീണു. ഇപ്പോൾ നിനക്ക് വെറുതെ പുറത്തിറങ്ങാൻ പറ്റില്ല. നിൻ്റെയൊക്കെ ആ ഒരു അഭിനയം നിൻ്റെ അഭിനയത്തിന് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അലോക് അഭിനയമല്ല, 2 ആഴ്ച പോലീസ് സ്റ്റേഷനിൽ കിടന്നപ്പോൾ പോലീസ് ആയിട്ട് ഇടി കിട്ടിയപ്പോൾ അവിടെ കിടന്നപ്പോൾ ഒരേ കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അനുവിനെ ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം. നിങ്ങൾ എൻ്റെ സഹോദരനാണ്, ഇവിടെയുള്ള എൻ്റെ അപ്പച്ചിയും ഗോപാലൻ അങ്കിളുമാണ്. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ദേവി അടുത്തും എല്ലായിടത്തും ഞാൻ തെറ്റ് ചെയ്തു. മീനാക്ഷി അടുത്തും എല്ലാവരും മാപ്പ് തരണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അലോകിന് മാറ്റം കാണുമ്പോഴേക്കും ഗോമതിക്ക് ഭയങ്കര ഇതാട്ടോ, അയ്യോ പാവം അവൻ നന്നായി എന്ന് പറയുമ്പോൾ ബാലൻ നിനക്ക് നാണമില്ലേ ഇങ്ങനെ പറയാൻ? അവൻ്റെ അഭിനയമാണ് അത് എന്നൊക്കെ പറയാം. ബാലൻ്റെ വഴിക്കും പോകാണ്. ആരും അലോക് പറയുന്നത് കേൾക്കുന്നില്ല. പക്ഷെ അനു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അനുവിൻ്റെ അടുത്ത് പറയാൻ, ഞാൻ നിൻ്റെ കാല് പിടിക്കുക, അനു നീ എന്നോട് മാപ്പാക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ നിൻ്റെ അടുത്ത് എന്തിനാണ് മാപ്പാക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു, നീ പോകാൻ നോക്കുക അലോകിനോട് പറയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അലോകിൻ്റെ പശ്ചാത്താപത്തിലുള്ള മുഖമാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത്. അലോക് നേരെ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവുക, ബാലനോട് മാപ്പ് പറയും, ബാലനെ കണ്ട് വഴിയരികെ വെച്ച് കണ്ട് സംസാരിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ മറ്റുള്ളവർ പോലും തെറ്റിദ്ധരിച്ചു പോവും അലോക് നല്ലവനായെന്ന്. അത് വേറെ ഒന്നിനുമല്ല, അലോക് വേറെ ഒന്നുമല്ല, എല്ലാവരുടെയും ശ്വാസം പിടിച്ചു പറ്റി നല്ല ഒരു 1.5 പണി എല്ലാവർക്കും കൊടുക്കാനായിട്ടാണ് അലോക് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ അത് ആര്യന് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരൊക്കെ ചെറിയ രീതിയിൽ വിശ്വസിക്കുമെന്നുണ്ടെങ്കിലും ആര്യം മാത്രം വിശ്വസിക്കില്ല. ആര്യം പറയും അവനെന്തോ വലിയ പണി വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ കുടുംബത്തെ കീറിപ്പറ്റാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ആര്യൻ കറക്റ്റായിട്ട് പറയും. അത് തന്നെയാണ് അലോകിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിന് പുറമെ നമ്മുടെ ദേവിയും വീട്ടുകാരും സത്യസന്ധത ആനന്ദ് തുറന്നു പറയുകയാണ്. സത്യാവസ്ഥ എല്ലാം തുറന്നു പറയുകയാണ് ആനന്ദ്. ദേവിയുടെ വീട്ടുകാർക്ക് ഒന്നുമില്ലെന്നും ദരിദ്രവാസികളാണെന്നും കള്ളവും ചതിയും മാത്രമേ അവരുടെ കയ്യിലുള്ളെന്നും പിന്നെ ദേവി 10ാം ക്ലാസ്സിൽ തോറ്റതാണെന്നും തന്നേക്കാളും 2 വയസ്സ് മൂത്തതാണെന്നും ഒക്കത്തിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോഴേക്കും ഇവരെ ആരും വിശ്വസിക്കില്ല കേട്ടോ. അപ്പോൾ പറയും ഗോമതിക്ക് മുഖത്ത് അടിക്കുകയാണ് ആനന്ദിൻ്റെ, നീ എന്ത് അസംബന്ധമാടാ പറയുന്നത്, നീ എന്ത് വൃത്തികേടാ പറയണേ, വെറുതെ മോളെക്കുറിച്ച് അനാവശ്യം പറയില്ലേടാ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞത് അനാവശ്യമാണെന്ന് നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക എന്ന് പറയുമ്പോൾ ദേവി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ.
വേഗത്തിൽ കയറി റൂമിലേക്ക് പോയി കരയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ആനന്ദ് പറയുന്നത് ഈ ഗോമതി സ്റ്റോഴ്സിൽ പണം മോഷ്ടിച്ച് ഉദയഭാനു ആണെന്നും പറയുകയാണ്. അപ്പോൾ ഉദയഭാനു അങ്കിളിനെ അങ്ങനത്തെ ആവശ്യം എന്നുള്ള മീനാക്ഷി മിത്രയൊക്കെ നമ്മുടെ ആര്യനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോഴാണ് ആനന്ദ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഉദയഭാനു ഗോമതി സ്റ്റോഴ്സിൽ കയറി വരുന്നതും ആ മേശ തുറന്ന് പണം അടിച്ചു മാറ്റുന്നതും എല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ ദേവി ആ കള്ളത്തരവും ദേവിയുടെ വീട്ടുകാരുടെ ആ ഒരു കള്ളത്തരവും എല്ലാം തന്നെ ബാലനും കുടുംബവും മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. ഇത് മനസ്സിലാക്കിയ ബാലനും കുടുംബവും ദേവിയെ അടിച്ചു പുറത്താക്കാൻ വേണ്ടി പോകുക കേട്ടോ. തമിഴിൽ ദേവി പോകുന്നുണ്ട്. ദേവിയുടെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ദേവി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമുക്ക് ഇനി മലയാളത്തിലേക്കും വരാൻ പോകുന്നത്. ഇനി അടുത്ത ഭാഗങ്ങളിലൊക്കെ കാണാൻ പോകുന്നത് അലോകിൻ്റെ സത്യസന്ധതയും നമ്മുടെ ദേവിയുടെ വീട്ടുകാരുടെ ഇതെല്ലാമാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങളിൽ കാണുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.